നല്ലതെല്ലാം ചൊല്ലി കൂടെ വന്നീരാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടുക. ക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത സ്നേഹത്താൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു രാജ്യമാണ്. അതിൽ പങ്കുചേരുവാൻ ഈശോ നൽകുന്ന ഒരേ ഒരു നിയമം അത് സ്നേഹത്തിൻ്റെ നിയമമാണ്. പഴയ നിയമത്തിലെ കൽപ്പനകളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈശോ പറയുന്ന ഒരേ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ രാജ്യം ഇവിടെയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഈ സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ നയിക്കണമേ എന്ന് തന്നെയാണ് നാം പ്രാർത്ഥിക്കുക. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, ഈ സമൂഹത്തെയും ഈ ദിവകളിൽ ഇവിടെ ആയിരുന്നു കൊണ്ടും ദൂരെ ആയിരുന്നു കൊണ്ടും ഒക്കെ പങ്കുചേരുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും യോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ അതിൻ്റെ കൂട്ടായ്മയിൽ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരുമിപ്പിച്ച് നിർത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പാപങ്ങളോട് മനസ്തപിച്ച് അനുതാപത്തോടെ ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനിമന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയും
മേൽവനം ഭാഗത്തീരും നീരും ഞങ്ങൾ തന്റെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവ്വലോകത്തിന്റെയും രാജാവായ അങ്ങയുടെ പ്രിയപുത്രനിൽ സമസ്തവും ക്രമീകരിക്കുവാൻ അങ്ങത്തിന് മനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹം നൽകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയിൽ അവയെ അന്വേഷിച്ചു തരും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമ സ്ഥലം നൽകുന്നു. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ കൊല്ലും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യയും മുട്ടാടിനും കോലാട്ടിനും മുട്ടനും മധ്യയും വിധി എഴുതും. കർത്താവിന്റെ വചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. എൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് വിടുന്നൊരുക്കും. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക്
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ എനിക്ക് അഭിവാദനം വരികയില്ല. സഹോദരനെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവരാക്കുന്നത് പോലെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രനെയും അധീനനാകും. ഇത് ദൈവം എല്ലാവരും ആകേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. അധ്യായം 25, 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. അക്കാലത്ത് ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്റെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നടന്ന്
പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹവാസിയോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങയെ സ്തുതി. ഈശോയിൽ ഏറ്റവും ആദരണീയനായ നമ്മുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട ജോർജ് കുറുപ്പത്തച്ച, നമ്മുടെ സ്നേഹമുള്ള വികാരി ജോസ് മോനച്ച, പ്രിയപ്പെട്ട പ്രസിദ്ധന്മാരെ, കുടുംബാംഗങ്ങളെ, സന്നിഹിതരല്ലെങ്കിലും ഈ ഇടവക സമൂഹത്തോട് ആത്മീയ കൂട്ടായ്മ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിശുദ്ധ പൂജയിൽ പങ്കുചേരുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മഹിമ പ്രഭാവവാനായ ക്രിസ്തുനാഥന്റെ ഏറ്റവും ലളിതസുന്ദരമായ ഈ തിരുനാളിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നേരുന്നു. ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാത്ത ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും കൃപസമൃദ്ധിയുടെയും ഒരു ദിനമായി മാറുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. രണ്ട് ചിന്തകൾ നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഒന്നാമത്തെ ചിന്ത ഇതാണ്: കൂടെ ആയിരുന്നവർ കാണാൻ മറന്നുപോയ ഒന്നാണ് ക്രിസ്തുവിന്റെ രാജ്യത്വം. രണ്ടാമത്തെ ചിന്ത ഇതാണ്: കൂടെ ആയിരിക്കുന്നവർക്ക് കണ്ണു തുറന്ന് കാണുമ്പോഴാണ് ക്രിസ്തുവിന്റെ രാജ്യത്വമാവുക. ഒന്നാമത്തെ ചിന്ത: കൂടെ ഉണ്ടായിരുന്നവർ കാണാൻ മറന്നുപോയ ഒന്നാണ് ക്രിസ്തുവിന്റെ രാജ്യത്വം. ഈശോയുടെ കൂടെ ആയിരുന്നവർ ഈശോയുടെ ശിഷ്യന്മാരാണ്. ഈശോയ്ക്ക് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു കോർ ഗ്രൂപ്പ്, 12 പേരുടെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട 3-4 പേരും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈശോയോട് ചേർന്ന് നടന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഈശോ ഒരു രാജാവാണ്. അതായത് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ വിജയിച്ച് കിരീടമണിഞ്ഞ തങ്ങളെയൊക്കെ ഈശോയുടെ മന്ത്രിമാരും സഹചരന്മാരും ആക്കുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടെ ഈശോയുടെ പിന്നാലെ നടന്ന കുറെ പേരാണ് ഈ ശിഷ്യന്മാർ. ഈശോ പലമുറി ഇവരെ തിരുത്താനും ഇവരെ നല്ല കൃത്യമായ ചിന്തയിലേക്ക് നയിക്കാനും ശ്രമിച്ചു നോക്കി. പക്ഷെ പലപ്പോഴും അതൊരു പരാജയമായിരുന്നു. ഈശോ പീഡാനുഭവത്തെ കുറിച്ചൊക്കെ എപ്പോഴെല്ലാം സംസാരിച്ചോ അപ്പോഴൊക്കെ അതൊക്കെ അവർ ഉതപ്പും നിരാശയുമായിരുന്നു. കാരണം അവരൊക്കെ ചിന്തിച്ചു കൂട്ടിയത് ഈശോ വലിയ രാജാവാണ്, ഈശോ യുദ്ധം പ്രഖ്യാപിക്കും, ഇന്നോ നാളെയോ ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ച നമ്മളെല്ലാം വിജയശ്രീയിൽ ആളിതരാകും. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഈശോയെ മനസ്സിലാക്കിയില്ല. പത്രോസ് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠ ശിഷ്യൻ, അദ്ദേഹം ഒരിക്കൽ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 8:29 ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈശോയുടെ ചോദ്യത്തിന് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു: നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ, അഭിഷിക്തനാണ്. ഈ പറച്ചിലേക്ക് നമ്മൾ വിചാരിക്കും ഈശോയെ കൃത്യമായും വ്യക്തമായും പത്രോസ് മനസ്സിലാക്കിയെന്ന്. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോ ഈശോ തന്റെ പീഡാസഹനത്തെ കുറിച്ച് വാചാരനാകുമ്പോ പത്രോസ് പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈശോ പറയുന്നത്, സാത്താനെ നീ മുന്നോട്ട് പോവുക, എന്റെ പാതയിൽ നീ തടസ്സമുണ്ടാക്കുന്ന പാറയായി നിൽക്കാതിരിക്കുക. അതായത് കുറച്ചു മുമ്പ് നീ കർത്താവിന്റെ മിശിഹായാണെന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ഈശോയുടെ പീഡാനുഭവത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായ രാജത്വം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പിന്നെയും പത്രോസ് ഈശോയെ തള്ളി പറയുന്നുണ്ട്. പത്രോസ് ഈശോയെ പലവരും ഈശോയുടെ ഉദ്ധാനം കഴിഞ്ഞ ശേഷം, മരണം കഴിഞ്ഞ ശേഷം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസ് വീണ്ടും മത്സ്യബന്ധനത്തിൽ ഇറങ്ങുകയാണ്. ഒരിക്കൽ മീനെ പിടിക്കുന്നവരെ മനുഷ്യനെ പിടിക്കുന്നവരാക്കിയ ക്രിസ്തുവിനെ മറന്ന് എല്ലാം പരാജയമായി തിരിച്ച് നിരാശയോടുകൂടെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പത്രോസ്. കാരണം ക്രിസ്തുവിനെ, കൂടെ നടന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, നെഞ്ചോട് ചേർന്ന് സ്നേഹം മുഴുവനും വാരിക്കോരി സ്വന്തമാക്കിയ ശിഷ്യനാണ് യോഹന്നാൻ.
യോഹന്നാന് ഈശോയെ മനസ്സിലായില്ല. യോഹന്നാൻ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നു, ഒരിക്കൽ സമരിയായിലൂടെ കടന്നു പോകുമ്പോൾ സമരിയാക്കാരൻ ഈശോയെയും ശിഷ്യന്മാരെയും നിരാകരിച്ചു. അപ്പൊ യോഹന്നാൻ രോഷത്തോടുകൂടെ, എടുത്തുചാട്ടക്കാരനാണ്, രോഷത്തോടുകൂടെ പറയുകയാണ്, അഗ്നി ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാനായിട്ട് പറയട്ടെ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ ഈശോയുടെ നാമത്തിൽ വചനം പ്രഘോഷിക്കുന്നു, അവനോട് തങ്ങളോടൊപ്പം കൂടാൻ പറഞ്ഞപ്പോ അവൻ കൂടുന്നില്ല. അതിന് ഈശോയോട് ചോദിക്കുകയാണ്, അവരെ ഞങ്ങൾ വിലക്കട്ടെ. എപ്പോഴും എടുത്തു ചാടുന്ന, എപ്പോഴും ഒരു ആക്രമണത്തിന്റെ സ്വഭാവം കാണിക്കുന്ന ശിഷ്യൻ. കാരണം അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഈശോ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു മഹാനായ രാജാവാണെന്നാണ്. മനസ്സിലാക്കാൻ മറന്നുപോയി കൂടെ നടന്നവർ എന്നതാണ്. കൂടെ നടക്കാത്ത ഒരാൾ ഈശോയെ മനസ്സിലാക്കി. ഈശോ പീലാത്തോസിന്റെ ആ പൗട്ടക്കപ്പലത്തിലായിരിക്കുമ്പോ പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ യഹൂദരുടെ രാജാവാണോ? അതിന് ഈശോ വ്യക്തമായ മറുപടി കൊടുത്തു, ഞാൻ രാജാവാണ്. നീ ഇത് പറഞ്ഞു കഴിഞ്ഞു, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? ഈശോ മറുപടി നൽകിയില്ല. പീലാത്തോസ് മറുപടി കേട്ടുമില്ല. എന്തൊക്കെയായാലും ഈശോയെ ആദ്യമായി കാണുന്ന ആ വ്യക്തിക്ക് മനസ്സിലായി ഈശോ രാജാവാണെന്ന്. അതുകൊണ്ടാണ് ഈശോ മരിച്ച് ഈശോയെ കുരിശിൽ തറച്ചപ്പോ ആ കുരിശിന് മുകളിൽ ഇവൻ യഹൂദരുടെ രാജാവ് എന്നുള്ള ലേഖനം എഴുതി വെച്ചത് അദ്ദേഹം. അത് കണ്ട ജനങ്ങൾ പറഞ്ഞു, അത് തെറ്റി, പീലാത്തോസിന് തെറ്റി. ഇവൻ യഹൂദരുടെ രാജാവെന്നല്ല, ഇവൻ യഹൂദരുടെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്നാണ്, അവകാശപ്പെട്ടെന്നാണ് എഴുതേണ്ടത്. അപ്പൊ പീലാത്തോസ് പറയുന്നു, ഞാൻ എഴുതിയത് തന്നെ. കാരണം പീലാത്തോസിന് കൃത്യമായ ബോധമുണ്ടായി ഇത് രാജാവാണെന്ന്. കൂടെ നടന്നവർ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടപ്പോഴും കൂടെ നടക്കാത്ത ഒരാൾ ഈശോയെ മനസ്സിലാക്കി. നമ്മൾ ഈശോയുടെ കൂടെ നടക്കുന്ന ക്രിസ്ത്യാനികളാണ്. ലേബൽ ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ. എത്ര പേര് ക്രിസ്തുവിനെ രാജാവായി മനസ്സിലാക്കുന്ന യഥാർത്ഥ അർത്ഥത്തിൽ അത് കിരീടം വെച്ച രാജാവല്ല, മറിച്ച് സഹനത്തിന്റെ വേദനയിൽ നിൽക്കുന്ന രാജാവാണ്. ഈശോയുടെ സിംഹാസനം കുരിശാണ്. ഈശോയുടെ രാജ്യം ദൈവരാജ്യമാണ്. ഈശോയുടെ ചെങ്കോൽ ഞാങ്ങണയാണ്. ഈശോയുടെ രാജകീയ വസ്ത്രം അത് പരിഹാസത്തിന്റെ ചുവന്ന അങ്കിയാണ്. അങ്ങനെ ഈശോ എന്ന രാജാവിന്റെ ഗുണഗണങ്ങൾ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഈശോയെ ഞാൻ അറിയണം. ശിഷ്യന്മാര് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു? അവര് എപ്പോഴും ഒരു തർക്കത്തിലായിരുന്നു. സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശിഷ്യന്മാർ എപ്പോഴും തർക്കിക്കുകയാണ്. തർക്കത്തിന്റെ ഒറ്റ കാരണം ഇതാണ്, ആരാണ് വലിയവൻ? തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ചിന്തിച്ചും തർക്കിച്ചും ശിഷ്യന്മാർ ഇരുന്നുവെന്ന് ഈ സുവിശേഷം പലവരും നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അവരൊക്കെ ചിന്തിച്ചത് ഈശോ നാളെ രാജാവായി കഴിയുമ്പോൾ ആരായിരിക്കും പ്രധാനമന്ത്രി, ആരായിരിക്കും മുഖ്യസ്ഥാനത്ത്, ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇടിയായിരുന്നു ശിഷ്യന്മാരുടെ ആ ഗണത്തിനുള്ളിൽ. നമ്മളും അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ കുടുംബത്തിൽ ജീവിത പങ്കാളികൾ തമ്മിൽ ഒരു മത്സരമില്ലേ? ആരാണ് വലുത്? ഭാര്യയോ ഭർത്താവോ? സൗഹൃദങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഈഗോ ക്ലാഷില്ലേ? ആരാണ്, ഞാനോ നീയോ വലുത്? രാഷ്ട്രീയ പാർട്ടികളിപ്പോ പ്രകമ്പനം കൊണ്ട് അവരുടെ പ്രകടനം നടത്തുമ്പോ അവരും ചിന്തിക്കുന്നത് ആ പാർട്ടിയോ ഈ പാർട്ടിയോ, ഏതാണ്, ആരാണ് വലുത്? പത്രം തുറക്കുമ്പോൾ നമ്മൾ കാണും ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, സഭകൾ തമ്മിൽ അടിയാണ്. ബത്രാന്മാരോടും അടികൂടുകയാണ്. അപ്പോ ആരാണ് വലിയവനെന്ന ചിന്ത ഇന്നും ക്രിസ്ത്യാനികളെ ഭരിക്കുന്നു. നമ്മൾ അഴിച്ചു വയ്ക്കേണ്ടത്, ഈ തിരുനാൾ ദിനം അഴിച്ചു വയ്ക്കേണ്ടത് ഈ ഈഗോയുടെ, ഈ അഹങ്കാരത്തിന്റെ, ഈ ഞാനെന്ന ചിന്തയുടെ ആവരണങ്ങളാണ്. എന്നിട്ട് എളിമയോടുകൂടെ ക്രിസ്തുവെന്ന പീഡാസഹനം ഏറ്റുവാങ്ങിയ, കുരിശ് ഏറ്റുവാങ്ങിയ, മരണമേറ്റുവാങ്ങിയ, മരണത്തിലൂടെ കിരീടം നേടിയ ഈശോയെ നമ്മൾ അറിയുക. പ്രിയപ്പെട്ടവരെ, കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ് അനുകരിക്കുക. അതാണ് ഈ ക്രിസ്തുരാജ്യത്തിൽ നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം. രണ്ടാമതായി, നമ്മൾ കൂടെയുള്ളവരെ കണ്ണു തുറന്ന് കാണുന്നതാണ് യഥാർത്ഥ രാജത്വം. എൻ്റെ കൂടെയുള്ളവരെ കണ്ണു തുറന്ന് കാണുക. നമ്മളിന്ന് വായിച്ച വചനം അർത്ഥപൂർണ്ണമാണ്. ഈശോ യുഗാന്ത്യത്തിൽ തൻ്റെ കൂടെയുള്ളവരെ രണ്ടായി തിരിക്കുന്നു, വലതും ഇടതും. വലതു ഭാഗത്തുള്ളവരോട് ഈശോ പറയുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, കാരാഗൃഹവാസിയായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, എനിക്ക് ദാഹിച്ചു, വിശന്നു, ഇതെല്ലാം നിങ്ങൾ എനിക്ക് തന്നു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക. ഇടതുവശത്തോടും അതിന് എതിരായിട്ടുള്ളതും പറയും. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭ 14 കാരുണ്യ പ്രവൃത്തികൾ സംസ്ഥാപിച്ചത്. അതായത് ആദ്യത്തെ 7 ശാരീരിക
ശാരീരികവും, രണ്ടാമത്തെ എണ്ണം ആത്മീയവും. ശാരീരികം എന്ന് പറയുന്നത് നഗ്നനെ ഉടുപ്പിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക, പരദേശിയെ സ്വീകരിക്കുക, രോഗിയെ ശുശ്രൂഷിക്കുക, മൃതരെ സംസ്കരിക്കുക എന്നിങ്ങനെയുള്ളത്. ആത്മീയം എന്ന് പറയുമ്പോൾ അറിവില്ലാത്തവരെ പഠിപ്പിക്കുക, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക, സംശയമുള്ളവരുടെ സംശയം ദൂരീകരിക്കുക, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുക, ഉപദ്രവങ്ങൾ പൊറുക്കുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക. ഇത് ആത്മീയം. ഈ 14 കാരുണ്യ പ്രവൃത്തികൾ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ ക്രിസ്തുരാജന്റെ തിരുനാൾ ആത്മീയമായി ആഘോഷിക്കാനായിട്ട് സാധിക്കും. 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനിലേക്ക് പോയി ജോലിക്ക് വേണ്ടി. പോകുന്നതിന് തലേ 2 ദിവസം മുമ്പ് ആ കുടുംബം എന്നെ കാണാൻ വന്നു. അപ്പോൾ അവന്റെ ഭാര്യ എന്നോട് പറയുകയാണ്, 8 കൊല്ലമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു പകലോ രാത്രിയോ ഞങ്ങൾ വേർപിരിഞ്ഞ് തരില്ല. എനിക്ക് 2 ഡെലിവറി സമയത്തും 2 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ചപ്പോൾ പോലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൃദയം തകർക്കുന്ന വേദനയാണ് നാളെ കഴിഞ്ഞ് മറ്റൊന്നിൻ്റെ ഭർത്താവ് ലണ്ടനിലേക്ക് പോകുമ്പോൾ. കാരണം ഇന്ന് വരെ ഒരു രാത്രി പോലും ഞങ്ങൾ വേർപിരിഞ്ഞിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ കണ്ണു നിറഞ്ഞു പോയ ഒരു കേൾവിയായിരുന്നത്. കാരണം അത്രയ്ക്ക് 8 വർഷമായിട്ടും അത്രയ്ക്ക് സ്നേഹിക്കുന്ന ജീവിത പങ്കാളികൾ. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ഒരു കൊറോണ കാലമാണ്. കൊറോണ ബാധിച്ച ഒരു സുഹൃത്ത് നമ്മുടെ നാട്ടിലുള്ളതാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, കൊറോണ ബാധിച്ച 2ാം ദിവസം വിളിച്ചിട്ട് വലിയ വേദനയോട് പറയുകയാണ്, അച്ഛാ മടുത്തുപോയി. ഞാൻ ഇപ്പോഴാണ് ആളുകളുടെ തനിതരം മനസ്സിലാക്കിയത്. അയൽവാസികളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ എങ്ങനെയോ ഇവിടെ നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ പറ്റോ എനിക്ക് കൊറോണ കിട്ടി. പക്ഷേ അതിന്റെ പേരിൽ എല്ലാവരും ഞങ്ങളെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയാണ്. പുറകിലുള്ള വീടുകളെല്ലാം, അവരുടെ മുൻപിലെ വാതിലുകളെല്ലാം, ജനലുകളെല്ലാം കൊട്ടി അടച്ചു കഴിഞ്ഞു. കൊറോണ ബാധിച്ച് അത് സൗഖ്യപ്പെട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇപ്പോഴും വാതിൽ തുറന്നിട്ടില്ല. ഒരുപക്ഷെ പറന്നു ചെല്ലുമോ എന്ന പേടിയായിരിക്കാം. എന്തൊക്കെയായാലും അവൻ പറഞ്ഞു, ആളുകളെ, അവരുടെ മനസ്സുകളെ, അവരുടെ മനോഭാവങ്ങളെ മനസ്സിലാക്കാൻ ഈ കൊറോണ കൊണ്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ എവിടെയാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള അർഹത? എന്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ, ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള തിരുനാളുകൾ ആഘോഷിക്കുക? അതേസമയം തൃശ്ശൂരുള്ള ഒരു സുഹൃത്തിന്റെ ഭാര്യ, അവൾക്കും ഇതുപോലെ കോവിഡ് ബാധിച്ചു. അവൾ വീട്ടിൽ അടച്ചിട്ടിരിപ്പായി. അവൾ പറയുന്നത്, ആ കോവിഡ് ബാധ വലിയ സ്വർഗീയ അനുഭവമായിരുന്നു. കാരണം ഓരോ ദിവസവും ചെയ്യുന്ന ഒരു പണിയെടുക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസവും രാവിലെ 8 മണിക്ക് ചൂടുമാറുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ ഗേറ്റിന്റെ അടുത്ത് വന്നിരിക്കും. പഴങ്ങളും മറ്റു ഉച്ചക്കത്തെ ലഞ്ചും രാത്രി സപ്പർ ഡിന്നർ എല്ലാം, ഇതെല്ലാം കൃത്യം. കാരണം എന്താണ്? ചുറ്റുമുള്ള അയൽവാസികളെല്ലാം അവർക്ക് വേണ്ടി കരുതുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുടുംബം കോവിഡ് ബാധിതരായി ഒരു നിസ്സഹായാവസ്ഥയിൽ പെട്ടുവെന്ന് മനസ്സിലാക്കി അവർ കരുതുകയാണ് അവർക്ക് വേണ്ടി. അതൊരു സന്തോഷത്തിന്റെ, ഒരു നന്മയുടെ തിരിച്ചറിവിന്റെ നാളുകളായി മാറി അവർക്ക്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത, അത് നെയ്യാറ്റിൻകര രൂപതയിലെ ഒരു യുവ വൈദികനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു പള്ളി പണിതു. പള്ളി പണിത് ആ പള്ളിയുടെ ഉദ്ഘാടന ദിവസത്തിൽ പിതാവിന്റെ കുർബാന കഴിഞ്ഞപ്പോൾ നന്ദി പറയുന്ന ചടങ്ങിൽ വൈദികൻ പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും വലിയ അനുഗ്രഹവും സഹകരണവുമാണ് ഈ ദേവാലയം ഇതുപോലെ ആക്കിയത്. കാരണം അദ്ദേഹം പറയുകയാണ്, അത്രയ്ക്കും ദൈവജനത്തോട് ചേർന്ന് നിന്ന് ആ വൈദികൻ പറയുകയാണ്, അവരോട് ചേർന്ന് ഒന്നായി നിന്ന് ആ ദേവാലയ കർമ്മത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ രാവും പകലും ദൈവജനത്തോട് ചേർന്ന് നിന്ന് ആ ദേവാലയത്തിന്റെ ഓരോ കർമ്മങ്ങളിലും അദ്ദേഹം പങ്കാളിയായി. കല്ല് ചുമന്നും മണ്ണ് ചുമന്നും പെയിന്റ് അടിച്ചുമൊക്കെ അദ്ദേഹം പങ്കാളിയായി. പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്ന യുവ സുഹൃത്തുക്കളായ വൈദികർ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവന് അത്രമാത്രം ഒരു കൂലിപ്പണിക്കാരനെ പോലെ ജനങ്ങളോട് ചേർന്ന് ആ ദേവാലയം നിർമ്മിക്കാൻ അദ്ദേഹം വ്യാപൃതനായി. അതുകൊണ്ടാണ് ആ നന്ദി പറഞ്ഞ വേള അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയത്. സോഷ്യൽ മീഡിയ പറയുന്നത് എങ്ങനെയാണ്? ഇതുപോലെയും വൈദികരുണ്ടെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ്, കൂടെയുള്ളവരെ കണ്ണുനീരൊപ്പുമ്പോഴാണ് നമുക്ക് തിരുനാൾ ആഘോഷിക്കാൻ കഴിയുക. ക്രിസ്തു തന്നെ കൂടെയുള്ളവരെ ഭരിച്ചവനല്ല, ഭരിച്ച രാജാവുമല്ല, മറിച്ച് കൂടെയുള്ള ശിഷ്യന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന പാദം കഴുകിയവനാണ്. തന്റെ മേലടി കൊണ്ട് അത് തുടച്ചവനാണ്. ആ മാതൃകയാണ് ഈ ക്രിസ്തുരാജന്റെ തിരുനാളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്റെ കുടുംബത്തിലാവാം, എന്റെ ജോലി സ്ഥലത്താവാം, ഞാനായിരിക്കുന്ന ഓരോ ജീവിത രംഗത്തുമാവാം, എവിടെയും എന്റെ കൂടെയുള്ളവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉൾക്കൊണ്ട് സ്നേഹിച്ച് ശുശ്രൂഷിച്ച് അംഗീകരിക്കുമ്പോഴാണ് ഈ ജീവിതം രാജ്യത്വത്തിന്റെ മഹിമയുടെ ജീവിതം
ജീവിതമായി മാറുക. അതിനുള്ള വെളിവ് കർത്താവ് നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ ഈ ദിനം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവത്തിലും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലേക്ക് രക്ഷകരെ ലഭിക്കുവാൻ അവിടുന്ന് തുടങ്ങേണ്ടവരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധനപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരിമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷത്തിൽ ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, യാചിക്കുന്ന അങ്ങേ പ്രിയമക്കളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സുന്ദര ഗാനം, ജയഗാനം,
സമയമായി ഹൃദയ വീണകൾ നീണ്ടു അതിമോദം ബലിവേദി തിരുയാഗമാ സാദരം ചേർന്നിട പരിപൂർണമാ വരുവേഗം നിങ്ങളെന്നാ പാടുവിൻ മഹിതസുന്ദരഗാനം ജയഗാനം സമയമായി ഹൃദയവീണകൾ വീണ്ടു അതിമോദം ബലിവേദി തിരുയാഗമാ സാദരം ചേർന്നിട പരിപൂർണമാ വരുവേഗം നിങ്ങളെന്നാ ചെടികളും തരുനിരകളും പൊന്മലരുകൾ തൂകി അഴകിടും നവകാഴ്ചയായി മരുകുന്ന വേളയിൽ തിരുസന്നിധേ അണയും നിതാ നിന്നരുണ സുതരാമേ അവമലരുകൾ നവകാഴ്ചയായി അർപ്പണം ചെയ്യാം പാടുവിൻ മഹിതസുന്ദരഗാനം ജയഗാനം സമയമായി ഹൃദയവീണകൾ നീണ്ടു അതിമോദം ബലിവേദി തിരുയാഗമാ സാദരം ചേർന്നിട പരിപൂർണമാ വരുവേഗം നിങ്ങളെന്നാ മധുതരം സ്വരഗീതിയ ഒരു പുളകമാണിടവേ സ്വരധാരയ സ്വയമാകയ സ്വയമർപ്പണം ചെയ്യാം പാടുവിൻ മഹിതസുന്ദരഗാനം ജയഗാനം സമയമായി ഹൃദയവീണകൾ നീണ്ടു അതിമോദം ബലിവേദി തിരുയാഗമാ സാദരം ചേർന്നിട പരിപൂർണമാ വരുവേഗം നിങ്ങളെന്നാ സഹോദരരെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവം മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്നു. ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടൊക്കെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ
ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവേ, ഞങ്ങൾ എഴുന്നേൽക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. അങ്ങയുടെ ജാതനായ ഏകപുത്രനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിന്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ തന്റെ പുരുഷന്റെ അത്താറയിൽ നിന്ന് നിർമ്മലവും സമാധാനദായകവുമായ ബലിയായ അർപ്പിച്ചുകൊണ്ട് മാനവപരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തന്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങയുടെ മഹാമഹിമയ്ക്കായി സത്യത്തിന്റെയും ജീവന്റെയും പരിശുദ്ധിയുടെയും കൃപയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റേതുമായ ഒരു രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അവിരാമം അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപാധി മണിമകളാ നിറഞ്ഞ മണിയും പിന്തരും നിരുപാധി മണിമകളാ നിറഞ്ഞ മണിയും പിന്തരും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിക്കൻ ധന്യമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനിക്കൻ ധന്യമാ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കിയതേ. അങ്ങനെ ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് ശമനശാലെ പീഠങ്ങൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന്. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകുകയും. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥ, നിന്നാമം പൂജിതമായിടണം. മരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള ആയിരം അന്നു വേണ്ടുന്നു ആഹാരമേ ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യകണ്ടോ ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് ഈ സമൂഹത്തിനും ഞങ്ങളുടെ ഏവരുടെയും കുടുംബങ്ങൾക്കും അങ്ങയുടെ സമാധാനവും സ്നേഹവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതവും. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചലിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിധനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർത്തു വരം തൂകി എഴുന്നള്ളുന്നു വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ക്രിസ്തു സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ 3 ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് ആഘോഷങ്ങളും ആഡംബരമുള്ള ഒരു തിരുനാൾ നമുക്ക് ആഘോഷിക്കാനായിട്ട് ഈ വർഷം സാധിച്ചില്ല. എന്നാലും സാഹചര്യത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അത് മനസ്സിലാക്കി ആ ആവശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ള മാതൃക നീക്കുന്ന തിരുനാൾ ആഘോഷം നടത്താനായിട്ട് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഇടവകാംഗങ്ങളായ ബഹുമാനപ്പെട്ട സ്റ്റിനിലച്ചനും അനിലച്ചനും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് മുഖ്യ കാർമ്മികനായിട്ട് ലഭിച്ചത് നമ്മുടെ മുൻവികാരിയും നമുക്ക് ഏറ്റവും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട ജോർജ് കുറുപ്പത്തച്ഛനെയാണ്. അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരിക്കൽപ്പാടം ജപമാലനാഥൻ ദേവാലയത്തിൽ ഇപ്പോൾ വികാരിയായിട്ട് സേവനം ചെയ്തു വരുന്നു. മുഖ്യ കാർമ്മികനായിട്ട് ഞാൻ അച്ഛനെ ഈ തിരുനാൾ ദിനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടുകൂടെ അച്ഛൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇന്നിവിടെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോർജ് കുറുപ്പത്തച്ഛന് എല്ലാ പ്രസിദ്ധീന്തിമാരുടെ പേരിലും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിലും ആറാട്ടുവഴി ക്രിസ്തുരാജ എല്ലാ ഇടവക അംഗങ്ങളുടെ പേരിലുമുള്ള സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് നമുക്കായിട്ട് വചന സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട ജോസ്മോൻ OSJ അച്ഛനാണ്. അച്ഛൻ നമുക്ക് സമീപസ്ഥനാണ്. മറല്ലോ ഹോമിലാണ് അച്ഛൻ താമസിക്കുന്നത്. അച്ഛൻ മറല്ലോ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് വിസ്തരമായ സേവനം ചെയ്തു വരുന്നു.
നമ്മളുടെ ഇടവകയിലെ ധാരാളം കുട്ടികൾ മറല പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകങ്ങൾക്ക് അച്ഛൻ സുപരിചിതനാണ്. അതിലുപരി അച്ഛൻ്റെ വചനപ്രഘോഷണങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോസ് മോനച്ചൻ. അച്ഛൻ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുകയും വളരെ ആഴമേറിയ ശക്തമായ വാക്കുകളിലൂടെ നല്ലൊരു വചന സന്ദേശം ഈ ദിവസത്തിൻ്റെ ഒരു സന്ദേശം നമുക്ക് നൽകുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജോസ് മോനച്ചന് എല്ലാ പ്രസിഡന്റുമാരുടെ പേരിലും എല്ലാ ഇടവക അംഗങ്ങളുടെയും പേരിലുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ ലളിതമായ തിരുനാൾ ആഘോഷങ്ങൾക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച അതിനുവേണ്ടി നേതൃത്വം നൽകിയ തിരുനാളിൻ്റെ കൺവീനർ ആൽബർട്ട് തൈപ്പറമ്പിൽ, ട്രഷറർ സാജു കുപ്പശ്ശേരി, അതുപോലെ തന്നെ നമ്മുടെ ഈ 3 ദിവസത്തെ തിരുക്കർമ്മങ്ങൾ യൂട്യൂബിലൂടെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് നൽകുന്നതിന് വേണ്ട മുൻകൈ എടുക്കുകയും അതിനുവേണ്ട സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്ത ശ്രീ ബിജു പള്ളിപ്പറമ്പിൽ എന്നിവരെയും ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ തിരുനാളയിൽ നടത്തിയ എല്ലാ പ്രസിദ്ധന്തിമാരും അവരുടെ കുടുംബാംഗങ്ങളും ഞാൻ വളരെ സ്നേഹത്തോടെ അവർക്ക് നന്ദി പറയുന്നു. കാരണം നമ്മുടെ തിരുനാൾ ആഘോഷം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുൻപ് നമ്മൾ ശീലിച്ചിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്നോ നമ്മളുടെ രീതികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയും സർക്കാർ നൽകിയിട്ടുള്ള ആ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതിന് വളരെയധികം സന്മനസ് കാണിച്ചു. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അവരതിന് സഹകരണം കാണിക്കുകയും ചെയ്തു. എല്ലാ പ്രസിദ്ധന്തിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുനാളിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മളെ സഹായിക്കാനായിട്ട് മുൻകൈയെടുത്ത കൈക്കാരന്മാർ, അതുപോലെ തന്നെ തിരുനാളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വാട്സപ്പിലൂടെയും മറ്റും യൂണിറ്റ് ലീഡർമാരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച കേന്ദ്രസമിതി ലീഡർ ഡേവിഡ്, എല്ലാ യൂണിറ്റ് ബ്ലോക്ക് ലീഡർമാരും ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ നന്ദി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് കൃത്യമായ അറിയിപ്പുകൾ വാട്സപ്പിലൂടെ മാത്രമേ നൽകാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ പങ്കാളിയാകുകയോ അത്തരത്തിൽ ഏതെങ്കിലും വാട്സപ്പ് ഉപയോഗിക്കുകയോ ചെയ്ത ആളുകളിലേക്ക് മാത്രമേ നമുക്ക് തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കൃത്യമായ അറിയിപ്പുകൾ നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ഇത്തരം പരിമിതികളോട് എല്ലാവരും സഹകരിച്ചു. പരമാവധി ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അത് എല്ലാവരിലേക്കും ഷെയർ ചെയ്തു പരമാവധി ഇടവകങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു. അതിനുവേണ്ടി നേതൃത്വം നൽകിയത് കേന്ദ്രസമിതിയാണ്. എല്ലാ കേന്ദ്രസമിതി അംഗങ്ങൾക്കും യൂണിറ്റ് ലീഡർമാർക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഈ ലാളിത്യത്തോടെ ഇത് നമുക്ക് കൊണ്ടാടാനായിട്ട് നമ്മൾ സഹകരിച്ച എല്ലാ ഇടവക അംഗങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രസിദ്ധന്തിമാരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമായിരിക്കും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനോട് പരിപൂർണമായിട്ട് സഹകരിച്ച നല്ലവരായ എല്ലാ ഇടവക അംഗങ്ങളെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കാനായിട്ട് സഹായിച്ച കപ്പ്യ ഗായക സംഘം, അതുപോലെ തന്നെ ഈ 3 ദിവസങ്ങളിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്കായിട്ട് ക്രമീകരിച്ച് തന്ന ജോസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇലക്ട്രീഷ്യൻ പ്രിൻസ്, അതുപോലെ തന്നെ അൾത്താര പൂക്കൾ കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിച്ച സഹോദരങ്ങൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇനി ആർക്കെങ്കിലും ഞാൻ നന്ദി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല. നമ്മുടെ ആഘോഷങ്ങൾ വളരെ ലളിതമായിരുന്നു. എന്നാലും നമ്മൾ ഇതിനു മുൻപുള്ള തിരുനാൾ ആഘോഷങ്ങളേക്കാൾ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ലളിതമായ തിരുനാൾ ആഘോഷങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം കൂടുതലായിട്ട് ആളുകളുടെ സഹകരണം ആവശ്യമുണ്ട്, കൃത്യമായ എണ്ണം പാലിക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനോട് പരിപൂർണമായി സഹകരിച്ച എല്ലാ പ്രസിദ്ധന്തിമാർക്കും എല്ലാ ഇടവകങ്ങൾക്കും ഈ തിരുനാളിന് വേണ്ട സഹായ സഹകരണം ചെയ്തു തന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്
ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാ ഇടപാടുകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയും ചെയ്യുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് എഴുന്നേൽക്കുന്നു. ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവരോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ക്രിസ്തുരാജ്യം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അമർത്തനിയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കരുണയോട് തെറ്റിൽ പാർക്കണമേ. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ പ്രാപ്തരാകുവാനും കൃപയേകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. കരുണകളിയനും നേതാവേ ജയ